പരിശുദ്ധമായ മുഹറം മാസത്തിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച ദിവസത്തിലാണ് നമ്മളുള്ളത്. അൽഹംദുലില്ലാഹ്, നമ്മൾ ഈ വെള്ളിയാഴ്ച ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ദിക്റുകൾ, ഒരുപാട് സ്വലാത്തുകൾ, ഒരുപാട് ദുആകൾ നമുക്കൊന്ന് പരിശോധിക്കാം. ഏതൊക്കെയാണ് ഇന്ന് നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട അമലുകൾ? ഒരു വർഷത്തെ ആദ്യത്തെ മാസമാകുന്ന മുഹറം, ആ മുഹറം മാസത്തിലെ മഹോന്നതമായ ആദ്യത്തെ വെള്ളിയാഴ്ചയാണ് നമ്മളുള്ളത്. ഇന്ന് നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു ദുആ, ആ ദുആ ചെയ്താൽ ഹുസ്നുൽ ഖാത്തിമത്ത് അല്ലാഹു നമുക്ക് നൽകുന്നതാണ്. എന്താണ് ഹുസ്നുൽ ഖാത്തിമത്ത്? എന്താണ് അത് കിട്ടാനുള്ള ദുആ? മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു നമുക്ക് പഠിപ്പിച്ചു നൽകിയ ഒരു സ്വലാത്ത്. ഈ സ്വലാത്ത് നിത്യമായി നമ്മൾ ചൊല്ലിയാൽ ഹിസാബില്ലാതെ, വിചാരണയില്ലാതെ നമുക്ക് സ്വർഗത്തിൽ കടക്കുവാൻ സാധിക്കും. വിചാരണയില്ലാതെ സ്വർഗത്തിൽ കടക്കാനാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. അതിന് പര്യാപ്തമായ ആ ചെറിയ ഒരു സ്വലാത്ത് ഏതാണെന്ന് നമുക്ക് വീഡിയോയിലൂടെ പരിശോധിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി വഖഫാ വസ്സലാമുൻ അലാ ഇബാദിഹിൽ ലദീന ഇസ്തഫാ. അമ്മാ ബഅദ്. ഏറ്റവും സ്നേഹബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ മുഹറം, ആ മുഹറം മാസത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ ഹാസിലാക്കി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളോട് ആരൊക്കെ ദുആ വസിയ്യത്ത് പറഞ്ഞിട്ടുണ്ടോ അവരുടെയും നമ്മുടെയും എല്ലാവിധത്തിലുള്ള ഇടങ്ങേറുകളും അല്ലാഹു തആല മാറ്റി സുഖവും സന്തോഷവും പ്രദാനം ചെയ്യുമാറാവട്ടെ. മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാവട്ടെ. പ്രകൃതി ദുരന്തങ്ങളെ തൊട്ട് അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്, പരിശുദ്ധമായ മുഹറം മാസത്തിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച ദിവസത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. അള്ളാഹു ഇതിൻ്റെ ഹക്ക് കൊണ്ട് എല്ലാവിധത്തിലുള്ള ഇടങ്ങേറുകൾ തൊട്ടും നമ്മെ കാക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ മഹത്വം നമ്മൾ മാസങ്ങളായി കേൾക്കുകയാണ് ഓരോ വീഡിയോയിലൂടെ. വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ ശ്രേഷ്ഠത എത്ര പറഞ്ഞാലും മതിയാവില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വലിയ ഒരു ജിഹാദിന് പുറപ്പെടുന്ന സമയത്ത് എത്രമാത്രം വലിയ ജാഗരൂകരായി തൻ്റെ പടയാളികളെ ഒരുക്കുന്നുവോ, തൻ്റെ പടയങ്കി അണിയുന്നുവോ, തൻ്റെ വാളുകൾ നേരെയാക്കുന്നുവോ, ശരിയാക്കുന്നതോ എന്നതുപോലെ വളരെയധികം എന്തോ വലിയൊരു സംഭവമാണ് ഇന്ന് നടക്കാൻ പോകുന്നത് എന്ന തരത്തിലായിരുന്നു ഓരോ വെള്ളിയാഴ്ച ദിവസവും വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖഭാവവും നബി തങ്ങളുടെ ശരീരവും ആ ഗണത്തിലായിരുന്നു. വലിയൊരു അമൽ ചെയ്യാൻ പോവുകയാണ്. ജുമുഅ നമസ്കാരം, അത് വലിയൊരു അമലാണ്, വലിയ ശ്രേഷ്ഠത ഉള്ള ഒരു വലിയ പുണ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് ഞാൻ ചെയ്യുകയാണ്. അങ്ങനെ നബിതങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഒരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. നമുക്കറിയാവുന്നതുപോലെ മാസങ്ങളുടെ നേതാവ് അത് റമളാനാൻ, പകലുകളുടെ നേതാവ് അത് അറഫയുടെ പകലാൻ, രാത്രികളുടെ നേതാവ് അത് ലൈലത്തുൽ ഖദറിന്റെ രാത്രിയാൻ, ദിവസങ്ങളുടെ നേതാവ് സയ്യിദുൽ അയ്യാം യൗമൽ ജുമുഅ, ജുമുഅ ദിവസമാണ്. ജുമുഅ ദിവസം ആ സമയത്ത് അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരുപാട് സുന്നത്തുകൾ എടുക്കുമായിരുന്നു. ഒരുപാട് സുന്നത്തുകൾ. നമുക്കും ആ സുന്നത്ത് ഇന്ന് എടുക്കേണ്ടതുണ്ട്. ഏതൊക്കെയാണ്? ഇന്ന് നമ്മൾ ജുമുഅക്ക് വേണ്ടി കുളിക്കുന്ന സമയത്ത് നല്ലതുപോലെ നിയ്യത്ത് വെക്കുക. എന്താ നിയ്യത്ത്? പുരുഷന്മാരൊക്കെ സംബന്ധിച്ചിടത്തോളം വെള്ളിയാഴ്ച പള്ളിയിൽ പോകുന്നവരാണ്. ജുമുഅ നമസ്കാരത്തിന് വേണ്ടി ഞാൻ കുളിക്കുന്നു, അല്ലെങ്കിൽ വെള്ളിയാഴ്ചയുടെ സുന്നത്തായിട്ട് ഞാൻ കുളിക്കുന്നു എന്ന നിയ്യത്ത് ഏത് വെച്ചാലും കുഴപ്പമില്ല. നിയ്യത്ത് വെച്ച് കുളിക്കുക. ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളും അങ്ങനെ തന്നെ വെള്ളിയാഴ്ച സുന്നത്തായിട്ടുള്ള കുളി, അല്ലാഹു തആലാക്ക് വേണ്ടി ഞാൻ കുളിക്കുന്നു എന്ന് നിയ്യത്ത് വെക്കുക. നിങ്ങൾ പള്ളിയിൽ പോകുന്നില്ല, വേണ്ട, വീട്ടിൽ തന്നെ നിങ്ങൾ ളുഹർ നിസ്കരിക്കുകയാണല്ലോ, ആ സമയത്തും നിങ്ങൾ കുളിക്കുന്ന സമയത്ത് ആ ജോലിയെല്ലാം ഒന്ന് കഴിഞ്ഞ് നല്ലതുപോലെ കുളിക്കുന്ന സമയത്ത് ഈ നിയ്യത്ത് വെക്കാൻ മറന്നു പോവരുത്. പള്ളിയിലേക്ക് നടന്നു പോവുക. അവൻ വെള്ളിയാഴ്ച പള്ളിയിലേക്ക് പ്രവേശിച്ച്, വലതുകാല കൊണ്ട് പ്രവേശിച്ച്, അവന് സുന്നത്ത് 2 റക്അത്ത് സുന്നത്ത് നമസ്കാരത്തിന് ശേഷം അവനിക്ക് സമയം കിട്ടുമ്പോൾ മുഴുവനും ഖുർആൻ പാരായണം ചെയ്യൽ ഏറ്റവും ശക്തിമത്തായ സുന്നത്താണ്. പ്രത്യേകമായി സൂറത്തുൽ കഹ്ഫ്. ഏതെങ്കിലും ഒരു മനുഷ്യൻ മൻ ഖറഅ സൂറത്തുൽ കഹ്ഫ്, ഏതെങ്കിലും ഒരു മനുഷ്യൻ സൂറത്തുൽ കഹ്ഫ് യൗമൽ ജുമുഅ, ജുമുഅ ദിവസത്തിൽ അവൻ ഓതിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആഖിറത്തിൽ അവനിക്ക് വളരെ വലിയ പ്രതിഫലമാണ് നൽകുക. എണ്ണിയാൽ ഒടുങ്ങാത്ത പ്രതിഫലം എന്നാണ് ഓരോ ഉലമാക്കളും അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തി വെക്കുന്നത്. ഇന്ന് പല ആളുകളും വെള്ളിയാഴ്ച ദിവസം ആണോ എന്ന് പോലും സംശയിക്കുന്ന തരത്തിൽ സാധാരണ ദിവസം പോലെ വെള്ളിയാഴ്ചയും എന്ന രൂപത്തിലേക്ക് മാറിയിരിക്കുകയാണ്. അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് വെള്ളിയാഴ്ചയ്ക്ക് വലിയ പ്രതിഫലമുണ്ട്, വലിയ ശ്രേഷ്ഠതയുണ്ട്. അതൊന്നും നമ്മൾ കളഞ്ഞു കുളിക്കാതെ, പ്രത്യേകിച്ച് ഈ മുഹറം മാസത്തിലെ പ്രഥമ വെള്ളിയാഴ്ച നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അതുപോലെ സൂറത്തുൽ മുൽക്ക്
മുൽക്ക് പാരായണം ചെയ്യുക. സൂറത്തുൽ മുൽക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, നമ്മളെല്ലാവരും മരിച്ചു കഴിഞ്ഞ് 6 അടി മണ്ണിലേക്ക് കടന്നു കഴിയുമ്പോൾ നമ്മളെ ഖബറടക്കിയിട്ട് നമ്മുടെ ബന്ധുമിത്രാദികൾ എല്ലാവരും നമ്മെ വിട്ടിങ്ങനെ പോകുന്ന സമയത്ത് ഈ ഒരു സൂറത്തുൽ മുൽക്ക് നമ്മൾ ഓതിയിട്ടുണ്ടെങ്കിൽ ഈ സൂറത്തുൽ മുൽക്കാണ് നമുക്ക് ഖബറിൽ കൂട്ടുകാരനായിട്ടുണ്ടാവുക. ആദ്യത്തെ കൂട്ടുകാരൻ സൂറത്തുൽ മുൽക്കായിരിക്കും. ഒരു പാപിയായ മനുഷ്യനാണ്, അവൻ്റെ ജീവിതത്തിൽ സൂറത്തുൽ മുൽക്ക് ഇഖ്ലാസോടുകൂടി പാരായണം ചെയ്തിട്ടുണ്ട് എങ്കിൽ അവൻ ചെയ്ത ആ പാപത്തിൻ്റെ പേരിൽ അള്ളാഹു എന്തെങ്കിലും ഒരു ശിക്ഷ ആ ഖബറിലേക്ക് ഇറക്കുകയാണെങ്കിൽ ഈ സൂറത്തുൽ മുൽക്ക് ഒരു പരിചയമായിട്ട് അവിടെ ചെല്ലുമെന്നാണ്. തലഭാഗത്തു കൂടെയാണ് ആ ശിക്ഷ ഇറങ്ങുന്നതെങ്കിൽ തലഭാഗത്തൊരു പരിചയമായി ഈ സൂറത്തുൽ മുൽക്ക് ചെല്ലുമെന്നാണ്. കാലിൻ്റെ ഭാഗത്താണെങ്കിൽ അവിടെയും ഒരു പരിചയമാകും. വലതുഭാഗത്തും ഇടതുഭാഗത്തും ശിക്ഷ ഇറങ്ങുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആ ശിക്ഷയെ തടയാൻ ഈ സൂറത്തുൽ മുൽക്ക് ഒരു പരിചയമായി നിൽക്കുമെന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ ദിവസവും സൂറത്തുൽ മുൽക്ക് ഓതൽ നല്ലതാണ്, സുന്നത്താണ്, പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസം. അതുപോലെ സ്വലാത്ത്, നമ്മുടെ പള്ളികളിൽ ഒരു ചെറിയൊരു കിതാബ് കാണാം. അതായത് അതിനകത്ത് സൂറത്തുൽ കഹ്ഫും ഉണ്ടാകും, അതുപോലെ സ്വലാത്തും ഉണ്ടാകും. ആ സ്വലാത്ത് വെള്ളിയാഴ്ച പ്രത്യേകം പാരായണം ചെയ്യുന്ന നമ്മുടെ കാരണവന്മാർ തൊട്ടേ ചെയ്യുന്ന ഒരുപാട് സ്വലാത്തുകളുടെ സമാഹാരമാണ് ആ ഒരു ചെറിയ ബുക്കിലുള്ളത്. അപ്പോൾ കഴിയുന്നവർ അത് ചൊല്ലും. അത് ഒരുപാട് പേജുണ്ട്, കഴിയുന്നവർ അത് ചൊല്ലാം. അല്ലെങ്കിൽ നമുക്കറിയാവുന്ന ഏത് സ്വലാത്തായാലും കുഴപ്പമില്ല. ഞാൻ ഇന്ന് ഇവിടെ നിങ്ങൾക്ക്, എൻ്റെ മുഅ്മിനീങ്ങൾക്ക് ഒരു സ്വലാത്ത് പരിചയപ്പെടുത്തി തരാം. മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു, വലിയ മഹാൻ എന്ന് പറഞ്ഞാൽ എത്രമാത്രം പറയണമെന്നറിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പല ഹദീസുകളിൽ തന്നെ നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരു പണ്ഡിതൻ ഇനി വരാനുണ്ട്. ആ പണ്ഡിതൻ അദ്ദേഹത്തിൻ്റെ ഇൽമു കൊണ്ട് ലോകം മുഴുവനും നിറയ്ക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഭൂരിഭാഗം ഉലമാക്കളും പറയുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ആ പണ്ഡിതൻ അത് മഹാനായ ഇമാം ഇദ്രീസു ശാഫിഈ റളിയല്ലാഹു തആല അൻഹു ആണ് എന്ന് ഉറപ്പിച്ച് പറഞ്ഞ ഒരുപാട് പണ്ഡിതന്മാരുണ്ട്. അപ്പോൾ മഹാനായ നമ്മുടെയൊക്കെ മദ്ഹബിൻ്റെ ഇമാം ഷാഫി തങ്ങൾ നമുക്ക് പഠിപ്പിച്ച് നൽകിയിട്ടുള്ള ഒരു സ്വലാത്ത്, ചെറിയൊരു സ്വലാത്താണ്, വലിയ ശ്രേഷ്ഠതയാണ്. മഹാനായ ഇമാം ഷാഫി തങ്ങൾ തന്നെ പറയുന്നുണ്ട്, ഈ സ്വലാത്ത് ഞാൻ ചൊല്ലാനുള്ള കാരണം, ഈ സ്വലാത്ത് കാരണം വിചാരണയില്ലാതെ സ്വർഗത്തിൽ കടക്കാൻ എനിക്ക് സാധിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ സ്വലാത്ത് ചൊല്ലുന്നത് എന്ന്. വിചാരണയില്ലാതെ സ്വർഗത്തിൽ കടക്കാൻ പറ്റിയ ഒരു സ്വലാത്ത്. നമുക്ക് ഒരുപാട് സ്വലാത്ത് അറിയാം. താജ് സ്വലാത്തുണ്ട്, കൻസു സ്വലാത്തുണ്ട്, സ്വലാത്തുൽ ഇബ്രാഹിമിയ, അതുപോലെ തന്നെ സ്വലാത്തുൽ ഫാത്തിഹ ഉണ്ട്, അതുപോലെ സ്വലാത്തുൽ അദദുണ്ട്, സ്വലാത്തുൽ ഫിർദൗസിയ ഉണ്ട്. അങ്ങനെ ഒരുപാട് സ്വലാത്തുകൾ. ഏത് സ്വലാത്ത് വേണമെങ്കിലും നമുക്കറിയാവുന്നത് ചൊല്ലാം. ഇന്നൊരു സ്പെഷ്യലായിട്ടുള്ള സ്വലാത്ത് പറയുകയാണ്. ഇത് സ്ക്രീൻഷോട്ട് എടുത്തോ, അല്ലെങ്കിൽ നിങ്ങൾ എഴുതിയെടുത്തോ, അല്ലെങ്കിൽ ഇത് ഫോട്ടോ എടുത്തോ, എങ്ങനെയാണെങ്കിലും ഇത് മനഃപ്പാഠമാക്കി കഴിയുന്നത് പോലെ ഈ സ്വലാത്ത് ചൊല്ലുക. എന്താണ് ആ സ്വലാത്ത്? നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുവാൻ സാധിക്കും. اللهم صل على محمد كلما ذكرك الذاكرون وصل على محمد وعلى آل محمد كلما غفل عن ذكره الغافلون. ഒന്നുകൂടി പറയാം. اللهم صل على محمد كلما ذكرك الذاكرون وصل على محمد وعلى آل محمد كلما غفل عن ذكره الغافلون. ഒന്നുകൂടി പറയാം. اللهم صل على محمد كلما ذكرك الذاكرون وصل على محمد وعلى آل محمد كلما غفل عن ذكره الغافلون. ഈ സ്വലാത്ത് ഇങ്ങനെ അത് 1-2 പ്രാവശ്യം ഓതുമ്പോൾ തന്നെ നമുക്കത് നാവിൽ വഴങ്ങിക്കിട്ടും. ആ സ്വലാത്ത് ഇങ്ങനെ ഒരുപാട് വട്ടം പറയുക. ആ ഒരുപാട് വട്ടം നിങ്ങൾക്ക് ഫോട്ടോ എടുത്തോ അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തോ എങ്ങനെയാണെങ്കിലും മനഃപ്പാഠമാക്കിയിട്ടത് പറയാവുന്നതാണ്. ഒരുപാട് പ്രതിഫലമാണ്, ഒരുപാട് പ്രതിഫലം. സ്വലാത്ത് ചൊല്ലിയാൽ തന്നെ, ഒരു സ്വലാത്ത് ചൊല്ലിയാൽ, ഒരു മനുഷ്യൻ വെള്ളിയാഴ്ച ദിവസം ഒരു സ്വലാത്ത് ചൊല്ലിയാൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിക്ക് നൽകുന്നത്, ഒരു സ്വലാത്ത് കൊണ്ട് അവൻ്റെ 10 പാപങ്ങൾ പൊറുക്കുന്നു, അവൻ്റെ 10 ദറജകൾ അല്ലാഹു ഉയർത്തുന്നു, അവൻ്റെ 10 നന്മകൾ അല്ലാഹു രേഖപ്പെടുത്തുന്നു. ഇങ്ങനെ ഒരുപാട് പ്രതിഫലമാണ് ഒരു സ്വലാത്ത് ചൊല്ലിയാൽ. അപ്പോൾ ഒരു സ്വലാത്തിൻ്റെ ഒരു കുമ്പാരം തന്നെ. നമുക്ക് സ്വലാത്ത് ചൊല്ലുന്നതിന് ഒരുപാട് സമയമൊന്നും വേണ്ട. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ സ്വലാത്തായാലും കുഴപ്പമില്ല. ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ സ്വലാത്ത്, അതുപോലെ അദദു സ്വലാത്ത് നമ്മൾ എപ്പോഴും പറയാറുള്ള അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമത്തൻ ബിദവാമി മുൽക്കില്ല, വളരെ അർത്ഥവത്തായിട്ടുള്ള സ്വലാത്താണ്. അല്ലാഹുവേ, ഈ ലോകത്ത് എന്തെല്ലാം നിന്റെ ഇൽമിൽ എന്തെല്ലാം വസ്തുക്കളുണ്ടോ ആ വസ്തുക്കളുടെ എണ്ണത്തിനനുസരിച്ച് മുത്തുനബി
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നീ ഗുണവും രക്ഷയും നൽകണേ എന്നാണ് ആ സ്വലാത്തിൻ്റെ അർത്ഥം. അദദു സ്വലാത്ത് ഓതാം. അങ്ങനെ ഈ വെള്ളിയാഴ്ച, ഈ മുഹറം മാസത്തിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച ഒരു സ്വലാത്തുകളുടെ കൂമ്പാരം തന്നെ നമ്മുടെ ഇടയിൽ നിന്നും മദീനയിലേക്ക് എത്തട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലാനുള്ള തൗഫീക്ക് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അതോടൊപ്പം തന്നെ ഒരു ദുആ ഞാൻ പഠിപ്പിച്ചു തരാം. ഈ ദുആ വ്യാഴാഴ്ച മഗ്രിബ് മുതൽ വെള്ളിയാഴ്ച അസർ നമസ്കാരം വരെ എല്ലാ നമസ്കാരത്തിന് ശേഷവും, ഫർളായ സുന്നത്തായ എല്ലാ നമസ്കാരത്തിന് ശേഷവും ഒരു മനുഷ്യൻ ഇത് പതിവാക്കി കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹുസ്നുൽ ഖാത്തിമത്ത് അവനിക്ക് കൊടുക്കുമെന്നാണ്. ഹുസ്നുൽ ഖാത്തിമത്ത് എന്ന് പറഞ്ഞാൽ നല്ല അന്ത്യം. നമുക്ക് എപ്പോഴാണെങ്കിലും നമ്മൾ മരിക്കും. എങ്ങനെയാണ് മരിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. ഇന്ന് ഫുജ്അത്തുൽ മൗത്ത് വർദ്ധിക്കുന്ന കാലമാണ്. പെട്ടെന്നുള്ള മരണം. മരിക്കാൻ പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട. വെറുതെ ഒന്ന് കുഴഞ്ഞു വീഴുന്നു, എന്താ? അറ്റാക്കാണ്. പെട്ടെന്ന് കുഴഞ്ഞു വീഴുന്നു, എന്താ? ഹൃദയസ്തംഭനമാണ്. പെട്ടെന്ന് കുഴഞ്ഞു വീഴുന്നു, എന്താ? സ്ട്രോക്ക് വന്നതാണ്. അങ്ങനെ പല പല കാരണങ്ങൾ പറയുകയാണ്. പക്ഷേ ഒരു രോഗവും ഇല്ലാത്ത ആളുകളും കുഴഞ്ഞു വീണ് മരിക്കുകയാണ്. ഫുജ്അത്തുൽ മൗത്തിനെ തൊട്ട്, പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് അല്ലാഹു നമ്മളെ കാക്കുമെന്നാണ്. ഇനിയുള്ള ഈ ഒരു ദുആ പറഞ്ഞാൽ വെള്ളിയാഴ്ച നമുക്ക് അസർ നമസ്കാരം വരെ സമയമുണ്ട്. എപ്പോൾ തുടങ്ങുന്നു? വ്യാഴാഴ്ച മഗ്രിബ് മുതൽ തുടങ്ങുകയാണ്. ഏതാണ് ആ ദുആ? വളരെ ശ്രേഷ്ഠമായ, നമുക്ക് വലിയ ഉലമാക്കൾ പഠിപ്പിച്ച് നൽകിയിട്ടുള്ള, അവർ കാലാകാലങ്ങളായി ചെയ്തു വരുന്ന ദുആയാണ്. അല്ലാഹുമ്മ, നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം, അല്ലാഹുമ്മ അഹീനാ അലൽ കിതാബി വസ്സുന്ന വ അമിത്നാ മഅൽ ഈമാനി വത്തൗബ. അല്ലാഹുമ്മ അമിത്നാ ഫീ ലൈലത്തിൽ ജുമുഅത്തി ഔ ഫീ നഹാരിഹാ യാ റബ്ബൽ ആലമീൻ. ഒന്നുകൂടി പറയാം. അല്ലാഹുമ്മ അഹീനാ അലൽ കിതാബി വസ്സുന്ന വ അമിത്നാ മഅൽ ഈമാനി വത്തൗബ. അല്ലാഹുമ്മ അമിത്നാ ഫീ ലൈലത്തിൽ ജുമുഅത്തി ഔ ഫീ നഹാരിഹാ യാ റബ്ബൽ ആലമീൻ. എന്താ അതിൻ്റെ അർത്ഥം? അല്ലാഹുവേ അഹീനാ അലൽ കിതാബി വസ്സുന്ന, ഞങ്ങൾ ജീവിക്കുന്ന കാലത്തോളം, എത്ര ജീവിതമുണ്ടെന്നറിയില്ല, ആ ജീവിക്കുന്ന കാലത്തോളം ജീവിതം മുഴുവനും അഹീനാ അലൽ കിതാബി വസ്സുന്ന, ഖുർആൻ അനുസരിച്ച്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തനുസരിച്ച് ജീവിക്കാനുള്ള തൗഫീക്ക് ഞങ്ങൾക്ക് നൽകണേ അല്ലാ. പിന്നെയോ വഅമിത്നാ മഅൽ ഈമാനി വത്തൗബ, ഒരു മരണമുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം. മരണസമയത്ത്, മരിക്കുന്ന സമയത്ത് അല്ലാഹുവേ വഅമിത്നാ മഅൽ ഈമാനി വത്തൗബ, എപ്പോഴാണെങ്കിലും മരിക്കും, മരണമുണ്ട് എന്നറിയാം. ആ സമയത്ത് ഞങ്ങൾക്ക് തൗബ നൽകണം. തൗബ പറഞ്ഞ് മരിക്കാൻ, ഈമാനോടുകൂടി മരിക്കാൻ. എന്നിട്ട് അവസാനം പറയുന്നു അല്ലാഹുമ്മ അമിത്നാ ഫീ ലൈലത്തിൽ ജുമുഅത്തി ഔ ഫീ നഹാരിഹാ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുവേ ഞങ്ങളെ വെള്ളിയാഴ്ച ദിവസമോ അല്ലെങ്കിൽ വെള്ളിയാഴ്ച രാവിലോ ഈമാനോടുകൂടി മരിപ്പിക്കണേ. ഒരു മുഅ്മിനായ മനുഷ്യൻ വെള്ളിയാഴ്ച രാവിലോ പകലിലോ ആണ് മരിക്കുന്നതെങ്കിൽ അവനിക്ക് അവൻ്റെ ഖബറിൽ ഒരുപാട് ശിക്ഷകൾ ഉയർത്തപ്പെടും. ശിക്ഷകൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ ഉയർത്തപ്പെടുമെന്നും മഹാന്മാർ അവരുടെ കിതാബിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് വളരെ ശ്രേഷ്ഠമായ ദുആയാൻ. ഒന്നുകൂടി പറയാം. അല്ലാഹുമ്മ അഹ്യിനാ അലൽ കിതാബി വസ്സുന്ന വ അമിത്നാ മഅൽ ഈമാനി വത്തൗബ. അല്ലാഹുമ്മ അമിത്നാ ഫീ ലൈലത്തിൽ ജുമുഅത്തി ഔ ഫീ നഹാരിഹാ യാ റബ്ബൽ ആലമീൻ. അതുകൊണ്ട് ഈ ദുആ ഇങ്ങനെ വർദ്ധിപ്പിക്കുക. അത് കാണാതെ പഠിക്കാൻ പറ്റുന്നവർക്ക് ഏറ്റവും ഖൈറാൻ. കാരണം എല്ലാ വെള്ളിയാഴ്ച നമുക്കിത് ദുആ ചെയ്യാവുന്നതാണ്. നമുക്ക് പുതിയൊരു വർഷത്തിലേക്ക് കടന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പുതിയ ശീലങ്ങൾ തുടങ്ങാൻ പറ്റിയ നല്ല ഒരു മാസവും നല്ല ഒരു ദിവസവുമാണ് പുതിയ ശീലങ്ങൾ. അങ്ങനെ നമുക്ക് സ്ഥിരമായി വലിയ പ്രയാസമില്ലാതെ ചെയ്യാവുന്ന, നമുക്ക് ഈ മുഹറം മാസത്തിലെ ഈ സുന്ദരമായ സുദിനത്തിൽ, അതായത് ആദ്യത്തെ വെള്ളിയാഴ്ച രാവിൽ നമുക്ക് തുടങ്ങാൻ പറ്റിയ വലിയൊരു അമലിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ കൂടുതലായി ചർച്ച ചെയ്യുന്നത്. ളുഹാ നിസ്കാരം. പല ആളുകളും ചോദിക്കാറുണ്ട്, ഉസ്താദെ ഈ ളുഹാ നമസ്കാരം എന്താണ്? ളുഹാ നിസ്കാരം അതെങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്? അതിൻ്റെ ടൈം എപ്പോഴാണ്? അത് എത്ര റക്അത്താണ്? ആ ഓരോ റക്അത്തിലും ഏതൊക്കെ സൂറത്താണോ ഓതേണ്ടത്? അതുപോലെ തന്നെ ആ നിസ്കാരം നിസ്കരിച്ചാൽ ഞങ്ങൾക്ക് എന്ത് പ്രതിഫലമാണ് കിട്ടുക? ആ നിസ്കാരം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയാൽ ഖളാ വീട്ടാമോ? ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ. മുഴുവൻ സംശയങ്ങൾക്കുള്ള മറുപടിയും നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുകയാണ്. ളുഹാ നിസ്കാരം, അതിൻ്റെ പരിപൂർണമായ വിശദീകരണം. ഇത് കേൾക്കുമ്പോൾ പല ഉമ്മമാരും പറയും ഞങ്ങളൊക്കെ പണ്ട് മുതലേ നിസ്കരിക്കാറുള്ളതാണ് ഉസ്താദെ. പല ഉപ്പമാരും പറയും ഞങ്ങളൊക്കെ സ്ഥിരമായി ഇത് ചെയ്യാറുള്ളതാണ്. പക്ഷെ ചെയ്യാത്ത ഒരുപാട് പേര്, ചെയ്യാത്തെന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെ ഒരു നിസ്കാരം ഉണ്ടെന്നൊക്കെ അറിയാം, പക്ഷേ അതിൻ്റെ ശ്രേഷ്ഠത എന്താണ്, അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് എന്ന്
പലർക്കും അറിവുണ്ടാവുകയില്ല. ഇനി നിസ്കരിക്കുന്ന ആളുകൾ തന്നെ പെട്ടെന്നൊരു കടമ നിർവഹിക്കുന്ന തരത്തിലായിരിക്കും പലപ്പോഴും നിസ്കരിക്കാറുള്ളത്. നമുക്ക് അങ്ങനെയല്ല. ഇൻഷാ അല്ലാഹ് ഇന്നു മുതലേ നമുക്ക് തുടങ്ങാൻ പറ്റിയ വലിയൊരു അമലാണ് ളുഹാ നിസ്കാരം. നമുക്കൊന്ന് പരിശോധിക്കാം, ഈ ളുഹാ നിസ്കരിച്ചാൽ കിട്ടുന്ന പ്രതിഫലം എന്താണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകൾ പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് കാണുവാൻ സാധിക്കും, അല്ലാഹു സുബ്ഹാനഹു വ തആല ളുഹാ നിസ്കാരത്തിന് കൊടുത്തിട്ടുള്ള പ്രാധാന്യം. അല്ലാഹ് ഒരു മനുഷ്യനെ ളുഹാ നിസ്കാരം നിസ്കരിച്ചാൽ അവനിക്ക് കൊടുക്കുന്ന വലിയ പ്രതിഫലങ്ങൾ, പ്രധാനപ്പെട്ട 3 പ്രതിഫലങ്ങളാണ് ഉലമാക്കൾ നമുക്ക് പറഞ്ഞു തരുന്നത്. വിശുദ്ധമായ ഖുർആനിൽ നമുക്ക് സാധാരണ ഓതുന്ന ചെറിയ സൂറത്തുകളിൽ പെട്ട വലിയ സൂറത്ത് എന്ന് പറയാം. ചെറിയ സൂറത്താണ്, എന്നാൽ നമ്മുടെ കാഴ്ചയിൽ അതൊരു വലിയ സൂറത്തായിട്ട് നമുക്ക് തോന്നിയേക്കാം. സൂറത്തുൽ ളുഹാ വല്ളുഹാ വല്ലൈലി ഇദാ സജ മാ വദ്ദഅക റബ്ബുക വമാ ഖല എന്ന് തുടങ്ങുന്ന ആ സൂറത്ത്. ഇവിടെ മഹാന്മാർ പറയുന്നു, ഈ സൂറത്ത് ഇറങ്ങുന്നത് തന്നെ ഒരുപാട് മലക്കുകളുടെ അകമ്പടിയോടുകൂടെയാണ്. ഈ സൂറത്ത് വല്ലുഹ എന്ന് തുടങ്ങുന്ന ഈ സൂറത്ത് ഇറങ്ങുന്നത് തന്നെ വലിയ മലക്കുകളുടെ അകമ്പടിയോടുകൂടെയാണ്. അപ്പോൾ ചോദിക്കപ്പെട്ടു, സ്വഹാബാക്കളിൽ പല ആളുകളോടും ചോദിക്കപ്പെട്ടിട്ടുണ്ട്, എന്തുകൊണ്ടാണ് ആ സൂറത്തിന് അത്രമാത്രം വലിയ മഹത്വം കൽപ്പിക്കാനുള്ള കാരണം. അപ്പോൾ അവരിൽ പല ആളുകളും പറഞ്ഞു കൊടുത്തു, ഞങ്ങളോട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, സൂറത്തുൽ ളുഹാ ഇറങ്ങുന്ന സമയത്ത് ഒരുപാട് മലക്കുകളുടെ സാന്നിധ്യം ഭൂമിയിൽ ഉണ്ടായിരുന്നു. അതായത് മലക്കുകൾ ഒരുങ്ങുന്ന, നമ്മളൊക്കെ സാധാരണ ഒരു കല്യാണത്തിന് പോകാൻ ഒരുങ്ങാറുണ്ട്, പള്ളിയിൽ പോകാൻ ഒരുങ്ങാറുണ്ട്, എന്തെങ്കിലും ഒരു ഫംഗ്ഷന് പോകുമ്പോൾ നമ്മളൊക്കെ ഒന്ന് ഒരുങ്ങാറുണ്ട്. മലക്കുകൾ ഒരുങ്ങുന്ന, അതായത് ഇബാദത്തിന് വേണ്ടി ഒരുങ്ങുന്ന സമയമാണ് ളുഹാ സമയം. ആ സമയത്താണ് ഈ പരിശുദ്ധമായ വല്ലുഹ എന്ന് പറയുന്ന സൂറത്ത് ഇറങ്ങിയിട്ടുള്ളത് എന്ന്. മാത്രമല്ല, ഈ വല്ലുഹ എന്ന് പറയുന്ന ഈ സൂറത്തും അതുപോലെ ഈ സൂറത്ത് ഇറങ്ങിയ സമയത്തുള്ള ളുഹാ നിസ്കാരവും നിർവഹിക്കാൻ സാധിക്കുന്നത് സ്വാലിഹീങ്ങളായ ആളുകൾക്ക് മാത്രമാണ്. അതായത് ഈ ളുഹാ നിസ്കാരം കൃത്യമായി നിസ്കരിക്കുന്നത്, അതുപോലെ ഈ വല്ലുഹ എന്ന് പറയുന്ന സൂറത്ത് നിത്യമായി പാരായണം ചെയ്യുന്നത് ആരാണ്? സ്വാലിഹീങ്ങൾ എന്ന ഗണത്തിൽപ്പെട്ട ആളുകളാണ്. നമ്മളൊക്കെ പലപ്പോഴും ദുആ ചെയ്യാറുണ്ട്, അല്ലാഹുവേ ഞങ്ങളെ നീ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണേ എന്ന്. നമ്മുടെ ദുആ അല്ലാഹു ആ ദുആ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എങ്ങനെ? നമുക്ക് ളുഹാ നിസ്കരിക്കാൻ പറ്റുന്നുണ്ടോ എങ്കിൽ നമ്മൾ ആരാണ്? നമ്മൾ സ്വാലിഹീങ്ങളിൽപ്പെട്ടവരാണ്. പ്രധാനപ്പെട്ട 4 പ്രതിഫലങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ളുഹാ നിസ്കരിക്കുന്ന ആളുകൾക്ക് കൊടുക്കുന്നത്. ഒന്നാമത്തേത് അവരുടെ പാപങ്ങൾ, ദംബ് എന്നാണ്. പാപങ്ങൾ അത് മുൻകഴിഞ്ഞതാവാം, വരാനിരിക്കുന്നതാവാം, ചെറുതാവാം, വലുതാവാം, അതുപോലെ അറിഞ്ഞ് ചെയ്തതാവാം, അറിയാതെ ചെയ്തതാവാം. പാപങ്ങൾ മുഴുവനും അല്ലാഹു പൊറുത്തു കൊടുക്കുന്ന നിസ്കാരമാണ് ളുഹാ നിസ്കാരം. രണ്ടാമത്തെ പ്രതിഫലം, സ്വാലിഹീങ്ങൾ എന്ന് പറയുന്ന ലിസ്റ്റിൽ പെടാൻ ഈ നിസ്കരിക്കുന്ന ആളുകൾക്ക് ഒരു പ്രയാസവുമില്ല. സ്വാലിഹീങ്ങൾ സ്വാലിഹാത്തുകൾ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ആരെ പറ്റിയ? അള്ളാഹുവിൻ്റെ റസൂലും അവിടുത്തെ സ്വഹാബാക്കളും മുൻഗാമികളൊക്കെ ളുഹാ നിസ്കരിക്കുന്നവരെ പറ്റിയാണ് സ്വാലിഹീങ്ങൾ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ പ്രതിഫലം. മൂന്നാമത്തെ പ്രതിഫലമോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ കാണാം, മനുഷ്യന് 360ഓളം കെണിപ്പുകളുണ്ട് എന്നാണ്. 360ഓളം കെണിപ്പുകളുണ്ട്. ഈ ഓരോ കെണിപ്പുകൾ, അതായത് 360 കെണിപ്പുകൾക്കും പകരമായി ഓരോ ദിവസവും അവൻ സ്വതക്ക ചെയ്യണം, സ്വതക്ക കൊടുക്കണം. 360 പ്രാവശ്യം അവൻ സ്വതക്ക ചെയ്യണമെന്നാണ്. ഇതൊക്കെ ഹദീസിലുള്ളതാണ്. റിയാദു സ്വാലിഹീൻ പോലെയുള്ള ഹദീസ് ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ വ്യക്തമായി കാണുവാൻ സാധിക്കും. പക്ഷേ നമുക്കാർക്കും ഓരോ ദിവസവും 360 പ്രാവശ്യം സ്വതക്ക ചെയ്യാനൊന്നും സാധ്യമല്ല. ഇവിടെയാണ് ഈ ളുഹാ നിസ്കാരത്തിൻ്റെ വലിയ പ്രാധാന്യം. ഇവിടെ ഉലമാക്കൾ പറയുന്നു, 360 കെണിപ്പുകൾ, ആ കെണിപ്പുകൾ ഓരോന്നിനും അനുസരിച്ച് നമ്മൾ സ്വതക്ക ചെയ്യണം. സ്വതക്ക ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ ഈ ളുഹാ നിസ്കാരം ഒരു മനുഷ്യൻ നിസ്കരിക്കുകയാണെങ്കിൽ ആ സ്വതക്ക ചെയ്ത പ്രതിഫലം അല്ലാഹു കൊടുക്കുമെന്ന് മഹാന്മാരായ ഉലമാക്കൾ പറയുന്നു. ളുഹാ നിസ്കാരത്തിൻ്റെ ശ്രേഷ്ഠത നോക്കണേ. ഒന്നാമത്തേത് അവൻ്റെ പാപങ്ങൾ പൊറുക്കും. രണ്ടാമത്തേത് സ്വാലിഹീങ്ങൾ എന്ന് പറയുന്ന ലിസ്റ്റിൽ അവനിക്ക് ഉൾപ്പെടാൻ സാധിക്കും. അതുപോലെ മൂന്നാമത്തേത് 360 കെണിപ്പുകളാണ് മനുഷ്യനുള്ളത്. ആ 360 കെണിപ്പുകൾക്കും പകരമായി
അവൻ സ്വതക്ക ചെയ്ത പ്രതിഫലമാണ് ഈ ളുഹാ നിസ്കരിക്കുന്നവർക്ക് ഉള്ളത്. നാലാമത്തെ പ്രതിഫലമോ, ഈ നിസ്കാരം അതിൻ്റെ അദബുകളും അതിൻ്റെ പൂർണ്ണമായ സുന്നത്തുകളും അനുസരിച്ച് നിസ്കരിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിക്ക് കൊടുക്കുന്ന പ്രതിഫലം പരിപൂർണമായ ഒരു ഉംറ ചെയ്ത പ്രതിഫലമാണ്. ഉംറ ചെയ്ത പ്രതിഫലം ളുഹാ നിസ്കരിച്ചാൽ. അല്ലാഹ്, എത്ര വലിയ ശ്രേഷ്ഠതയാണ്, എത്ര വലിയ ശ്രേഷ്ഠതയാണ്. പല ആളുകളും, നമ്മളിൽ ഒരുപാട് ആളുകൾ അശ്രദ്ധമാക്കി കളയുന്ന ഒരു പവിത്രമായ വളരെ ലളിതമായ നിസ്കാരമാണ് ളുഹാ നിസ്കാരം. ഇനി നമുക്കൊന്ന് പരിശോധിക്കാം. ഈ ളുഹാ നിസ്കാരം പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പള്ളിയിൽ വെച്ച് നിസ്കരിക്കലാണ് ഏറ്റവും അഫ്ളൽ. പക്ഷെ പള്ളിയിൽ നിസ്കരിക്കാൻ സമയമില്ല അല്ലെങ്കിൽ സന്ദർഭം കിട്ടിയില്ല എങ്കിൽ വീട്ടിൽ തന്നെ നിസ്കരിച്ചാലും മതിയാകുന്നതാണ്. സ്ത്രീകൾക്ക് പിന്നെ പൊതുവേ നമ്മൾ വീട്ടിൽ തന്നെ നിസ്കരിക്കലാണ് ഈ നിസ്കാരം ഏറ്റവും ഖൈർ. ഈ നിസ്കാരം എന്നല്ല, എല്ലാ നിസ്കാരവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ കാണാമല്ലോ, ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവൾ വീട്ടിലാണ് നിസ്കരിക്കൽ ഏറ്റവും ഖൈർ. വീട്ടിൽ എവിടെ നിസ്കരിക്കുക? അവളുടെ ഹോളിൽ നിസ്കരിക്കുന്നതിനേക്കാൾ നല്ലത് അവരുടെ വീടിൻ്റെ ഉള്ളിലെ മുറിയിൽ നിസ്കരിക്കലാണ്. ആ ഉള്ളിലെ മുറിയിൽ നിസ്കരിക്കുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠത അവളുടെ ബെഡ്റൂമിൽ, അവളും അവളുടെ ഭർത്താവും കിടക്കുന്ന ആ ബെഡ്റൂമിൽ നിസ്കരിക്കലാണ് ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠത. അപ്പോൾ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പള്ളിയിൽ പോയി നിസ്കരിക്കാം. ഇനി ഉമ്മമാരും അതുപോലെ തന്നെ പള്ളിയിൽ പോകാൻ പറ്റാത്ത സാഹചര്യമില്ലാത്ത ആളുകളാണെങ്കിൽ അവർക്ക് വീട്ടിൽ തന്നെ നിസ്കരിച്ചാൽ മതിയാകുന്നതാണ്. ളുഹാ നിസ്കാരത്തിൻ്റെ സമയം എപ്പോഴാണെന്ന് നമുക്ക് നോക്കാം. സൂര്യൻ ഉദിച്ച്, ളുഹാ നിസ്കാരത്തിൻ്റെ സമയമാണ് പറയാൻ പോകുന്നത്. സൂര്യൻ ഉദിച്ച് കഴിഞ്ഞ് 20 മിനിറ്റിന് ശേഷമാണ് ളുഹാ നിസ്കാരത്തിൻ്റെ ടൈം സ്റ്റാർട്ടാവുന്നത്. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു 6:15 അല്ലെങ്കിൽ 6:20 സൂര്യൻ ഉദിക്കുന്നു എന്ന്, ഉദയം 6:20 എന്ന് തോന്നുന്നു ഏകദേശം. അപ്പോൾ അതിൻ്റെ ഒരു 20 മിനിറ്റ് കഴിഞ്ഞ് ഒരു 6:45 അല്ലെങ്കിൽ ഒരു 6:55 വരെ മാക്സിമം പോയാൽ, അത് കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു 7 മണിക്ക് നമുക്കിത് കൂട്ടാം. 7 മണി കഴിഞ്ഞ് ഈ ളുഹാ നിസ്കാരത്തിൻ്റെ സമയം ഇങ്ങനെ തുടങ്ങുകയാണ്. ഏത് സമയം വരെ? ളുഹർ ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് വരെ നമുക്ക് സമയമുണ്ട്, ടൈമുണ്ട്. ആ ടൈമാണ് ളുഹാ നമസ്കാരത്തിൻ്റെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള സമയം. ഇതിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ടൈം എന്ന് പറഞ്ഞാൽ ഒരു 9 മണി, ഒരു 9:30, 10, 10:30 മണിയാണ്. കാരണം ആ സമയത്താണ് സൂര്യൻ പൂർണ്ണമായും ഉദിച്ചിങ്ങനെ വരുന്നത്. അതിശക്തമായ വെയിലല്ല, എന്നാൽ പൂർണ്ണമായ പ്രകാശം ലഭിക്കാതിരിക്കുന്നുമില്ല. നല്ലൊരു പ്രകാശം ഭൂമിയിലേക്ക് അടിക്കുന്നത് ഒരു 9:30 മണി, 10:30 മണി ആ സമയത്താണ് ളുഹാ നമസ്കാരത്തിൻ്റെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള സമയം. ഇനി എത്ര റക്അത്താണ് ഈ നമസ്കാരം? 2 റക്അത്ത്, കുറഞ്ഞത് 2 റക്അത്ത് നിസ്കരിക്കലാൻ. കൂടിയത് നമുക്ക് 2 അല്ല 4 നിസ്കരിക്കണമെങ്കിൽ 4 നിസ്കരിക്കാം, 6 നിസ്കരിക്കാമെങ്കിൽ 6 നിസ്കരിക്കാം, 8 നിസ്കരിക്കാമെങ്കിൽ 8 നിസ്കരിക്കാം. കുറഞ്ഞത് ഏറ്റവും നല്ലതും 2 റക്അത്തെങ്കിലും നിസ്കരിക്കലാണ്. ഇതിൻ്റെ നിയ്യത്ത് എങ്ങനെയാ? 2 റക്അത്ത് ളുഹാ നമസ്കാരം അല്ലാഹു തആലാക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു. 2 റക്അത്ത് ളുഹാ നമസ്കാരം അല്ലാഹു തആലാക്ക് വേണ്ടി ഞാൻ നമസ്കരിക്കുന്നു. ഇതാണ് നിയ്യത്തിൽ ഏറ്റവും ചെറിയ രൂപം. ഇനി പൂർണ്ണമായിട്ട് പറയുകയാണെങ്കിൽ 2 റക്അത്ത് സുന്നത്തായ ളുഹാ നമസ്കാരം അല്ലാഹു തആലാക്ക് വേണ്ടി ഖിബിലക്ക് മുന്നിട്ട് ഞാൻ നമസ്കരിക്കുന്നു. ഇതാണ് പൂർണ്ണമായിട്ടുള്ള നിയ്യത്ത്. കുറഞ്ഞത് 2 റക്അത്ത് ളുഹാ നമസ്കാരം അല്ലാഹു തആലാക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്നെങ്കിലും നിയ്യത്ത് പറഞ്ഞ് കൈകെട്ടുക. അല്ലാഹു അക്ബർ, കൈകെട്ടിയതിന് ശേഷം വജ്ജഹത്തു, സാധാരണ നമസ്കാരത്തിൽ നമ്മൾ പറയാറുള്ളത് പോലെ, ഓതാറുള്ളത് പോലെ വജ്ജഹത്തു വജ്ഹിയ ലില്ലദീ ഫത്തറസ് സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമൻ എന്ന് തുടങ്ങുന്ന വജ്ജഹത്തു പൂർണ്ണമായും പാരായണം ചെയ്യുക. അതിനുശേഷം സൂറത്തുൽ ഫാത്തിഹ. സാധാരണ ആളുകൾ ഒരു സംശയം ചോദിക്കാറുണ്ട്, ഇതൊക്കെ ഉറക്കെയാണോ ഓതേണ്ടത്? ഉറക്കെയല്ല, പതിയെ തന്നെ നമുക്ക് സാധാരണ സുന്നത്ത് നമസ്കാരത്തിലൊക്കെ നമ്മൾ പതിയെ നമ്മുടെ മനസ്സിൽ, എന്നാൽ നാവ് കൊണ്ട് ചെറുതായിട്ട് ഉച്ചരിച്ചാണ് നമ്മൾ പറയാറുള്ളത്. അങ്ങനെ ഓതലാണ് ഏറ്റവും ഖൈർ. ഫാത്തിഹ ഓതുക. ഫാത്തിഹ ഓതിന് ശേഷം ആദ്യത്തെ റക്അത്തിൽ നമുക്ക് ഏറ്റവും സുന്നത്തായിട്ടുള്ള സൂറത്ത് വശംസി വളുഹാഹ والقمر إذا تلاها والنهار إذا جلاها والليل إذا يغشاها والسماء وما بناها സൂറത്തു ഷംസ്. ആ സൂറത്തു ഷംസ് അത്യാവശ്യം ഒരു ചെറുതാണ്, എന്നാൽ ഇച്ചിരി വലുതുമായ ഒരു സൂറത്താണ്. അത് കാണാതെ അറിയാവുന്നവരുണ്ടെങ്കിൽ ആ സൂറത്ത് ഓതലാണ് ഒന്നാമത്തെ റക്അത്തിൽ ഏറ്റവും ഖൈർ. അത് കഴിഞ്ഞ് പിന്നെ റുകൂഅ് പോവുക, ഇഅ്തിദാദ് വരിക സാധാരണ നമസ്കാരത്തിലൊക്കെ പോലെ. അത് കഴിഞ്ഞ് പിന്നെ അല്ലാഹു അക്ബർ 2ാമത്തെ റക്അത്തിലേക്ക്.
അത് കഴിഞ്ഞ് രണ്ടാമത്തെ റക്അത്തിൽ എത്തിയതിനു ശേഷം ഫാത്തിഹ ഓതുക. രണ്ടാമത്തെ റക്അത്തിൽ സുന്നത്തായിട്ടുള്ള സൂറത്ത് വല്ലുഹ സൂറത്താണ്, സൂറത്തുൽ ലുഹയാണ്. والضحى والليل إذا سجى ما ودعك ربك وما قلى وللآخرة خير لك من الأولى ولسوف يعطيك ربك فترضى ألم يجدك يتيما فآوى ووجدك ضالا فهدى ووجدك عائلا فأغنى فأما اليتيم فلا تقهر وأما السائل فلا تنهر وأما بنعمة ربك فحدث. ഇത് ഓതുമ്പോൾ ഒരുപാടുണ്ടെന്ന് തോന്നും, പക്ഷേ നമ്മളൊക്കെ മദ്രസയിൽ ആദ്യം തന്നെ കാണാതെ ഉസ്താദുമാർ പഠിപ്പിക്കുന്ന സൂറത്തുകളിൽപ്പെട്ട ഒരു സൂറത്താണ് സൂറത്തുൽ ളുഹ. ആ സൂറത്ത് ഓതുക. ഒന്നാമത്തെ റക്അത്തിൽ സൂറത്തു ശംസ് വശംസി വല്ലുഹാഹ എന്ന് പറയുന്ന സൂറത്ത്, രണ്ടാമത്തെ റക്അത്തിൽ സൂറത്തുൽ ളുഹ വല്ലുഹ വല്ലൈലി ഇദാ സജ. ഇനി ചില ഉമ്മമാർ പറയും, ഉസ്താദേ ഞങ്ങൾക്ക് ആകെ തിരക്കാണ്, അടുക്കളയിൽ തിരക്കാണ്, അതിൻ്റെ ഇടയിലാണ് വന്ന് 2 റക്അത്ത് നിസ്കരിക്കുന്നത്, ആ സമയത്ത് ഈ വലിയ സൂറത്തൊന്ന് ഓതാൻ ഞങ്ങൾക്ക് ഒന്നാമതേ ഓതാനുള്ള ടൈം കിട്ടൂല, തന്നെ തെറ്റിപ്പോകും എന്നൊക്കെ പരിഭവം പറയുന്ന ഉമ്മമാരുണ്ട് എങ്കിൽ സൂറത്തുൽ കാഫിറൂൻ ഓതിയാൽ മതി. ഒന്നാമത്തെ റക്അത്ത് ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ എന്ന് പറയുന്ന സൂറത്തുൽ കാഫിറൂൻ ഓതാം. രണ്ടാമത്തെ റക്അത്തിൽ ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് എന്ന് പറയുന്ന ചെറിയ സൂറത്ത് ഓതാം. ചില ആളുകൾക്ക് സംശയമുണ്ടാകും, ഉസ്താദെ അതും ഞങ്ങൾക്കറിയില്ല, സൂറത്തുൽ കാഫിറൂൻ അങ്ങോട്ടും ഇങ്ങോട്ടും ആയത്ത് മാറിപ്പോകും, അപ്പോൾ എന്ത് ചെയ്യണം? അറിയാവുന്ന സൂറത്ത് ഓതിയാൽ മതി. അറിയാവുന്ന സൂറത്ത് ഖുൽ ഹുവല്ലാഹു അഹദ് അറിയാത്ത ആരും ഉണ്ടാവില്ലല്ലോ. എല്ലാ റക്അത്തിലും, ഒന്നാമത്തെ റക്അത്തിലും രണ്ടാമത്തെ റക്അത്തിലൊക്കെ ഈ സൂറത്ത് തന്നെ ആവർത്തിച്ചാലും മതി. ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് ആവർത്തിച്ചോതിയാലും കുഴപ്പമില്ല. അപ്പോൾ ളുഹ നമസ്കാരം വളരെ ശ്രേഷ്ഠമാണ്. അതിൻ്റെ നിയ്യത്ത് നമ്മൾ പറഞ്ഞു, അതിൻ്റെ ടൈം നമ്മൾ പറഞ്ഞു, അതിൻ്റെ റക്അത്തിൻ്റെ എണ്ണം പറഞ്ഞു, നിസ്കരിച്ചാലുള്ള പ്രതിഫലവും നമ്മൾ പറഞ്ഞു. പല ആളുകളും ചോദിക്കും, ഉസ്താദെ ഒരുപാട് നിസ്കാരങ്ങളാണല്ലോ, സുന്നത്തായ ഒരുപാട് നിസ്കാരം, ഫർളായ ഒരുപാട് നിസ്കാരം, ഇതൊക്കെ ഉള്ളതാണോ, ഇതൊക്കെ നബിതങ്ങൾ നിസ്കരിച്ചതാണോ എന്നൊക്കെ പല ആളുകൾക്കും സംശയം തോന്നിയേക്കാം. ഇതൊക്കെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് വ്യക്തമാക്കി പഠിപ്പിച്ചു തന്നതാണ്. ഈ സുന്നത്ത് നിസ്കാരങ്ങൾ നമ്മൾ ചെയ്തില്ല എന്ന് വെച്ച് നമ്മൾ നരകത്തിൽ പോകുമൊന്നുമില്ല. ഇനി ഒരാൾക്ക് സംശയമാണ്, ഞാൻ ഫർള് നിസ്കാരം തന്നെ ഒരു കണക്കിനാണ് ഉസ്താദ് നിസ്കരിക്കുന്നത്, ഒരുപാട് ജോലി തിരക്കുകളാണ് എന്നൊക്കെ പല ആളുകളും പറയാറുണ്ട്. ഈ ഫർള് നിസ്കാരം ഏതായാലും നമുക്ക് നിർബന്ധമാണ്, പക്ഷേ ഈ സുന്നത്ത് നിസ്കാരങ്ങൾ നിസ്കരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ നിസ്കരിച്ചാൽ കിട്ടുന്ന പ്രതിഫലം അറിഞ്ഞാൽ, അല്ലെങ്കിൽ ആ പ്രതിഫലം മുഴുവനും എനിക്ക് വേണമെന്ന്, സ്വർഗത്തിൽ പൂർണ്ണമായും നല്ല മനസ്സോടെ എനിക്ക് കടക്കണമെന്ന് ഒരു മുഅ്മിനായ മനുഷ്യൻ കരുതിയാൽ അവർക്ക് നിസ്കാരം ഒരിക്കലും ഒഴിവാക്കാൻ പറ്റില്ല. നമ്മൾ പറഞ്ഞല്ലോ, പലപ്പോഴും നമ്മൾ അശ്രദ്ധമായി പോകുന്നു. നമുക്ക് എന്തിനാ സമയമില്ലാത്തത്? ഒരു ഫോൺ എടുത്ത് സമയം എത്രയായി എന്ന് നോക്കാൻ നമ്മൾ ഫോൺ എടുത്താൽ പിന്നെ സമയം പോകുമെന്നൊന്നും അറിയില്ല. വാട്സപ്പിൽ കയറി, ഫേസ്ബുക്കിൽ കയറി, യൂട്യൂബിൽ കയറി, ഇങ്ങനെ ഒരുപാട് സമയം നമ്മൾ ചെലവഴിക്കുന്നു. അതിൻ്റെ പകുതി സമയം പോലും വേണ്ട, ഒരു 5 മിനിറ്റ് പോലും വേണ്ടല്ലോ നമുക്ക് ഈ ദുഹാ നിസ്കാരം 2 റക്അത്ത് നിസ്കരിക്കാൻ. അപ്പോൾ ബാക്കി എല്ലാത്തിനും സമയമുണ്ട്. 2 റക്അത്ത് ദുഹാ നിസ്കരിക്കാൻ നമുക്ക് ഭയങ്കര തിരക്കാണ്. അപ്പോൾ തിരക്കുള്ള ആളുകൾ നിസ്കരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അവർക്ക് കുഴപ്പമില്ല, നിസ്കരിക്കുന്ന ഒരുപാട് പേരുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് അവർക്ക് വേണ്ടിയാണ് ഈ പറയുന്നത്. അവർക്ക് നിസ്കരിച്ചാൽ കിട്ടുന്ന പ്രതിഫലം ഒരുപാട് പ്രതിഫലമാണ്. അതുകൊണ്ട് ളുഹാ നിസ്കാരം വളരെ ശ്രേഷ്ഠമാണ്. ളുഹ എന്ന വാക്കിൻ്റെ അർത്ഥം ളുഹാ സമയം, അതായത് ആ ഒരു സൂര്യൻ ഉദിച്ച്, നമ്മളിതിൻ്റെ ടൈം പറഞ്ഞല്ലോ, സൂര്യൻ ഉദിച്ച് കഴിഞ്ഞ് ഒരു 20 മിനിറ്റിന് ശേഷം ആണ് ഈ സമയം തുടങ്ങുന്നത്, ളുഹാ നിസ്കാരത്തിൻ്റെ സമയം തുടങ്ങുന്നത്. ആ സമയത്തിന് പറയുന്ന പേരാണ് ളുഹ, വഖ്തുൽ ളുഹ എന്ന് പറയുന്നത്. വഖ്തുൽ ളുഹ, ളുഹാ സമയം, ആ സമയത്തിൽ നിസ്കരിക്കുന്നത്, അതായത് ആ സമയത്ത് നിസ്കരിച്ചാലാണ് ഇതിൻ്റെ പ്രതിഫലം കിട്ടുക. നമ്മളിപ്പോൾ തറാവീഹ് നിസ്കരിക്കും എപ്പോൾ? റമളാനിൽ നമ്മളെ ഇശാ നമസ്കാരത്തിന് ശേഷം, അതാണ് അതിൻ്റെ ടൈം. നമ്മൾ തഹജ്ജുദ് നിസ്കരിക്കുന്നു എപ്പോൾ? ഒന്ന് രാത്രി ഉറങ്ങിയതിന് ശേഷം സുബഹിക്ക് മുമ്പ്, അതാണ് അതിൻ്റെ ടൈം. ഓരോന്നിനും ഓരോ ടൈമുണ്ട് എന്നതുപോലെ ളുഹാ നമസ്കാരത്തിൻ്റെ ടൈമാണ് നമ്മളിവിടെ പറഞ്ഞത്. സൂര്യൻ ഉദിച്ച് ഒരു 20 മിനിറ്റിന് ശേഷം തുടങ്ങുന്നു. ഏതിനു മുമ്പ്? ളുഹർ ബാങ്കിന് മുമ്പ്. അപ്പോൾ ആ സമയത്ത് നിസ്കരിക്കുന്ന നിസ്കാരമായതുകൊണ്ട് ഇതിന് ളുഹാ നിസ്കാരം എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ പല ആളുകൾക്കും സംശയമുണ്ട്, ഇത് ഇമാമും ജമാഅത്തായി നിസ്കരിക്കലാണോ വേണ്ടത്, ഒറ്റക്ക് നിസ്കരിക്കലാണ് ഈ നിസ്കാരം ഏറ്റവും ഖൈർ?
നമ്മൾ തഹജ്ജുദ് നിസ്കാരം എങ്ങനെയാണ്? ഒറ്റക്കല്ലേ നിസ്കരിക്കാറ്. ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോൾ നമുക്കെന്താണ്, നമുക്ക് ഇഷ്ടമുള്ള ദിക്റുകൾ ആ നിസ്കാരത്തിൽ പറയാം, ഇഷ്ടമുള്ള സൂറത്തുകൾ. കാരണം ഓരോ ആളുകൾക്കും വ്യത്യസ്തമായ സൂറത്തുകളായിരിക്കും അറിയാവുന്നത്. അതുകൊണ്ട് ഒറ്റയ്ക്ക് നിസ്കരിക്കലാണ് ഏറ്റവും നല്ലത്. ഒറ്റയ്ക്ക് നിസ്കരിക്കലാണ് ളുഹാ നിസ്കാരം. ആ സമയത്ത് പള്ളിയുടെ ഒരു മൂലയിലിരുന്ന് നല്ല മനസ്സോടെ, വീട്ടിലാണെങ്കിൽ ഒരു മുസല്ലയിലിട്ട് ഒരു റൂമിൻ്റെ വാതിലൊക്കെ അടച്ച് നല്ലതുപോലെ ഈമാൻ പൂർണ്ണമായും കിട്ടുന്ന തരത്തിൽ നമുക്ക് നിസ്കരിക്കാൻ പറ്റിയ നിസ്കാരമാണ് ളുഹാ നിസ്കാരമൊക്കെ. അതുകൊണ്ട് ഒറ്റയ്ക്ക് നിസ്കരിക്കലാണ് ഏറ്റവും ഖൈർ. ജമാഅത്തായി നിസ്കരിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും നിസ്കരിക്കുക, പക്ഷേ ഒറ്റയ്ക്ക് നിസ്കരിക്കലാണ് ഏറ്റവും നല്ലത്. അത് പ്രത്യേകം ഓർമ്മയിൽ വെക്കുക. ളുഹാ നിസ്കാരം ആഴ്ചയിൽ ഒന്നല്ല നിസ്കരിക്കേണ്ടത്. ചില ആളുകൾ വെള്ളിയാഴ്ച മാത്രം നിസ്കരിക്കുന്നു, അല്ലെങ്കിൽ തിങ്കളാഴ്ച മാത്രം. അങ്ങനെയല്ല, എല്ലാ ദിവസവും ഈ പ്രഭാതം, അതായത് സൂര്യൻ ഉദിച്ച് 20 മിനിറ്റിന് ശേഷമാണ് ഇതിൻ്റെ ടൈം തുടങ്ങുന്നത്. അതായത് സൂര്യൻ ആ ഉദിച്ചതിന് ശേഷം പ്രഭാത സമയം എന്ന ഒരു ടൈം ഏതൊക്കെ ദിവസത്തിലുണ്ടോ, അതായത് ലോക അവസാനം വരെ നമ്മളുള്ള കാലത്തോളം നമുക്ക് കഴിയുന്ന രൂപത്തിൽ നിസ്കരിക്കേണ്ട നിസ്കാരമാണ് ളുഹാ നിസ്കാരം. ആഴ്ചയിലൊന്നോ അല്ലെങ്കിൽ മാസത്തിലൊന്നോ, ഈ ജുമാ പോലെ ആഴ്ചയിൽ ഒരു നിസ്കാരം, വർഷത്തിൽ ഉള്ളതുപോലെ തറാവീഹ് ഉള്ളതുപോലെ അങ്ങനെയൊന്നുമല്ല. എല്ലാ ദിവസവും നിസ്കരിക്കാൻ പറ്റിയ നിസ്കാരമാണ് ളുഹാ നിസ്കാരം. ഒരു മനുഷ്യൻ എല്ലാ ദിവസവും നിസ്കരിക്കുന്ന ആളാണ്, ളുഹാ നിസ്കരിക്കുന്ന ആളാണ്. ഒരു ദിവസം അവനിക്ക് എന്തോ ഒരു വലിയൊരു തിരക്ക് വന്ന് ഈ ളുഹാ നിസ്കരിക്കാൻ അവന് വിട്ടുപോയി, അല്ലെങ്കിൽ മറന്നുപോയി, അല്ലെങ്കിൽ നിസ്കരിക്കാൻ പറ്റിയില്ല. എങ്കിൽ എന്ത് ചെയ്യാം? അവനിക്ക് സമയമുള്ളപ്പോൾ ആ നഷ്ടപ്പെട്ടു പോയ ളുഹാ നമസ്കാരം ഖളാ വീട്ടിയാൽ അതിൻ്റെ പ്രതിഫലം കിട്ടുന്ന നിർബന്ധമല്ല. എനിക്ക് നിസ്കരിക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് എന്ത് ചെയ്യാൻ? നമുക്ക് പറ്റുന്ന സമയത്ത് 2 റക്അത്ത് അതിൻ്റെ നിന്ന് നഷ്ടപ്പെട്ടു പോയ ആ ളുഹാ നമസ്കാരം അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന നിയ്യത്തിൽ ആ നഷ്ടപ്പെട്ടു പോയ ളുഹാ നമസ്കാരം ഖളാ വീട്ടാൻ പറ്റുന്നതാണ്. ഖളാ വീട്ടിയില്ലെങ്കിൽ ശിക്ഷ അങ്ങനെയൊന്നുമില്ല, കാരണം സുന്നത്ത് നിസ്കാരമാണ്. വേണമെങ്കിൽ നമുക്ക് ഖളാ വീട്ടിയും ഈ നമസ്കാരം നിസ്കരിക്കാൻ പറ്റുന്നതാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു കൂട്ടുകാരനായി എപ്പോഴും കൊണ്ടു നടക്കാൻ പറ്റിയ നിസ്കാരമാണ്. അത് കഴിഞ്ഞ് ളുഹാ നിസ്കാരം കഴിഞ്ഞ് നമുക്കറിയാവുന്നതുപോലെ മലയാളത്തിലേക്ക് ദുആ ചെയ്യുക. അല്ലാഹുവേ, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് പ്രയാസങ്ങളുണ്ട്, അതൊക്കെ നീ മാറ്റി നൽകണേ എന്ന് മലയാളത്തിൽ നമുക്ക് ദുആ ചെയ്യാം. ഇൻഷാ അല്ലാഹ് മരണം വരെ എനിക്ക് ളുഹാ നിസ്കരിക്കണം, ഈ പറയപ്പെട്ട പ്രതിഫലങ്ങൾ മുഴുവനും എനിക്ക് കരസ്ഥമാക്കണമെന്നുള്ള നല്ല നിയ്യത്ത് നമുക്കുണ്ടാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ളുഹാ നിസ്കരിച്ച് ഈ 4 പ്രതിഫലങ്ങളും കരസ്ഥമാക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെ എല്ലാവരെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോൾ പരിശുദ്ധമായ ഈ മുഹറം മാസത്തിൽ പുതിയൊരു ശീലം നമുക്ക് തുടങ്ങാം. പരിപാവനമായ ളുഹാ നമസ്കാരം അത് കൃത്യമായി ഇന്നു മുതൽ നിസ്കരിക്കാൻ പറ്റുന്നവർ നിസ്കരിക്കുക. അതിനെപ്പറ്റി കൂടുതൽ നമ്മൾ പഠിക്കുക. അതിൻ്റെ ആ പ്രതിഫലങ്ങൾ കരസ്ഥമാക്കുന്ന ഗണത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ മുമ്പ് പറഞ്ഞ സ്വലാത്തുകൾ, ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് മുഹറം മാസത്തിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച ദിവസമാണ്. ഒരുപാട് അമലുകൾ നമുക്ക് ചെയ്യാനുണ്ട്. ആ അമലുകളിനൊക്കെ വലിയ പ്രതിഫലമാണ്. ഇനി മുഹറം 9, 10 വരാനിരിക്കുന്നു. അതുപോലെ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാര്, സഹോദരിമാർ, നിങ്ങൾക്ക് വീട്ടിൽ വെച്ച് തന്നെ ഈ പറഞ്ഞ ദുആയും അതുപോലെ ഈ ദിക്റും സ്വലാത്തും ഒക്കെ ചൊല്ലിയാൽ മതി. നമസ്കാരമില്ലാത്ത ഉമ്മമാരുണ്ടാകും, അവർക്ക് ഈ പറയപ്പെട്ട ദുആ അത് ഉളു വേണം അല്ലെങ്കിൽ ശുദ്ധി വേണം എന്നൊന്നുമില്ല. ദുആയിൻ്റെ രൂപത്തിൽ നമുക്ക് ചൊല്ലാവുന്നതാണ്. ഇപ്പോൾ ഖുർആനായത്താണ് ദുആയെങ്കിൽ റബ്ബന ആതിന ഫിദ്ദുന്യ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ, അത് ദുആയുമാണ്, പരിശുദ്ധമായ ഖുർആനായത്തുമാണ്. അപ്പോൾ അത് ഓതുമ്പോൾ അല്ലാഹുവേ, ഞാനൊരു ദിക്റാണ് പറയുന്നത് എന്ന നിയത്തിൽ നിങ്ങൾക്ക് അത് ഓതാവുന്നതാണ്. അതുപോലെ നമ്മളിവിടെ പറഞ്ഞ അല്ലാഹുമ്മ അഹ്യിന അലൽ കിതാബി വസ്സുന്ന വഅമിത്ന മഅൽ ഈമാനി വത്തൗബ എന്ന് നമ്മൾ മുമ്പ് പറഞ്ഞ ദുആ, ആ ദുആ അത് ഖുർആൻ ആയത്തല്ല. അതുകൊണ്ട് തന്നെ എൻ്റെ ഉമ്മമാർക്ക് നിസ്കാരമില്ലെങ്കിലും ശുദ്ധിയില്ലെങ്കിലും ഉളു ഇല്ലെങ്കിലും അതൊക്കെ ഇങ്ങനെ ഒരുപാട് വട്ടം പറയാവുന്നതാണ്. പറയുന്ന സമയത്ത് ഇങ്ങനെ കൈ ഇങ്ങനെ വെക്കണം എന്നൊന്നും നിർബന്ധവുമില്ല. നമ്മുടെ മനസ്സിൽ തട്ട് നമ്മൾ പറഞ്ഞു. നിങ്ങൾ അടുക്കള ജോലിയാണെങ്കിലും ഈ ദുആയും ഈ പറയപ്പെട്ട ദിക്റുകളും ഈ പറയപ്പെട്ട സ്വലാത്തുകളൊക്കെ നിങ്ങൾക്ക് പറയാവുന്നതാണ്, ഓതാവുന്നതാണ്. അതുകൊണ്ട് എൻ്റെ ഉമ്മമാർ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്കാണ് ഒരുപാട് പ്രതിഫലങ്ങൾ അല്ലാഹു തആല നൽകുന്നത്. ഈ മുഹറം മാസം ശ്രദ്ധിച്ചാൽ ഒരുപാട് പ്രതിഫലമാണ്. അല്ലാഹു തആല നമ്മുടെ ഉമ്മമാർക്ക് എല്ലാവിധത്തുള്ള ആഫിയത്തുള്ള ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. ഇന്ന് പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസമാണ്. ഇന്ന് സുന്നത്ത് നോമ്പ് പിടിച്ച ആളുകൾ ഉണ്ടാകും. മുഹറം 1 മുതൽ 10 വരെ നോമ്പ് പിടിക്കൽ പ്രത്യേകം സുന്നത്താണ്. അപ്പോൾ ഇന്ന് നോമ്പ് പിടിച്ച ഉമ്മമാരും ഉപ്പമാരൊക്കെ ഉണ്ടാകും. അവർക്കൊക്കെ വലിയ പ്രതിഫലമാണ്. അവരൊക്കെ ദുആ ചെയ്യുമ്പോൾ നമ്മുടെ വീഡിയോക്ക് താഴെ ഒരുപാട് രോഗങ്ങളായി ഒരുപാട് പ്രയാസങ്ങളായി കമൻറ്റുകൾ
രേഖപ്പെടുത്തുന്ന ഒരുപാട് മുഅ്മിനീങ്ങൾ എല്ലാവർക്കും വേണ്ടി നിങ്ങളുടെ ദുആയിൽ ഉണ്ടാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്ന് നമ്മൾ ചെയ്യുന്ന മുഴുവൻ അമൽ, ഇന്നെന്നല്ല ഏതൊക്കെ ദിവസങ്ങളിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടോ മുഴുവൻ അമലുകളും അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ നമുക്ക് സുന്നത്ത് നോമ്പ് ഒരുപാട് പിടിക്കാൻ, പ്രത്യേകിച്ച് മുഹറം 9, 10 വരാനിരിക്കുന്നു. അതിൻ്റെയൊക്കെ ശ്രേഷ്ഠതകൾ മനസ്സിലാക്കി ഒരുപാട് അമലുകൾ ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു തആല നമ്മുടെ എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ ഹാസിലാക്കി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗങ്ങൾക്ക് അല്ലാഹു ശിഫാ നൽകുമാറാവട്ടെ. നമ്മുടെ വീഡിയോക്ക് താഴെ ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും ഒരുപാട് ദുആ വസിയ്യത്ത് എഴുതി വിട്ടിട്ടുണ്ട്. ഉസ്താദേ പ്രത്യേകം ദുആ ചെയ്യണേ, ഉസ്താദേ ഇന്ന പ്രശ്നമാണ്, ഉസ്താദേ ഞങ്ങൾക്ക് കടമാണ്, ഉസ്താദേ ഞങ്ങളുടെ മക്കളുടെ വിവാഹം ശരിയാകുന്നില്ല. അങ്ങനെ ഉസ്താദേ ഉസ്താദേ എന്ന് പറഞ്ഞ് ഒരുപാട് ദുആ വസിയ്യത്താണ്. ഓരോ കമൻറ്റിനും സെപ്പറേറ്റ് ആയിട്ട് ദുആ ചെയ്യണം അല്ലെങ്കിൽ മറുപടി വിടണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ നമുക്കതിന് സാധ്യമല്ല. ഒരുപാട് കമൻറ്റുകളാണ്, 1000-ഓളം കമൻറ്റുകളാണ് ഓരോ വീഡിയോക്ക് താഴെയും വരുന്നത്. അപ്പോൾ ഓരോ ആളുകൾക്കും ഇങ്ങനെ റിപ്ലൈ വിടാൻ സാധിക്കാത്തത് കൊണ്ടാണ് മൊത്തത്തിൽ നമ്മൾ ഓരോ വീഡിയോക്കും അവസാനവും ദുആ ചെയ്യുന്നത്. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ എല്ലാ കാര്യവും മനസ്സിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ വീഡിയോ ആരൊക്കെ കാണുന്നുണ്ടോ, നമ്മുടെ ഇൽമുകൾ ആരൊക്കെ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ടോ, എല്ലാവരുടെയും എല്ലാവിധത്തിലുള്ള ഇടങ്ങേറുകളും അല്ലാഹു മാറ്റി സലാമത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഒരുപാട് സഹോദരിമാർ, ഒരുപാട് സഹോദരങ്ങൾ നമ്മുടെ നാടിൻ്റെ, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ, നമ്മുടെ രാജ്യത്തിൻ്റെ, ലോകത്തിൻ്റെ പല ഭാഗത്ത് പ്രയാസപ്പെടുകയാണ്. ഒരുപാട് പ്രശ്നത്തിലാണ്. പ്രകൃതി ദുരന്തങ്ങളെ കൊണ്ട് ഒരുപാട് പേര് കഷ്ടപ്പെടുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ക്ഷമ പ്രദാനം ചെയ്യുമാറാവട്ടെ. അവർക്ക് നഷ്ടപ്പെട്ടതിനേക്കാൾ ഖൈറായത് അല്ലാഹു തആല അവർക്കും നമുക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഉസ്താദുമാർ, നമ്മുടെ ഭാര്യമാർ, നമ്മുടെ ഭർത്താക്കന്മാർ, നമ്മുടെ മക്കൾ, സഹോദരി സഹോദരന്മാർ എല്ലാവർക്കും അല്ലാഹു തആല ഹിസാബില്ലാതെ വിചാരണയില്ലാതെ സ്വർഗ്ഗത്തിൽ കടക്കാനുള്ള തൗഫീക്ക് നൽകുമാറാവട്ടെ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അല്ലാഹു തആല ഖൈറും ബറക്കത്തും റാഹത്തും നൽകുമാറാവട്ടെ. ഹലാലായ മുറാദുകൾ അല്ലാഹു തആല ഹാസിലാക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.